ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ചില അറബ് രാജ്യങ്ങളെയും സാമ്പത്തികമായി തകർക്കും. പുതിയ പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം നിലവിൽ ദുർബലരായ ചില അറബ് രാജ്യങ്ങളെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് UN ഏജൻസിയുടെ നിർണായക പഠനം. ശരിക്കും ആരാണ് ഇതിൽ ഭയപ്പെടേണ്ടത്? ഈ യുദ്ധത്തിൽ ലാഭം കൊയ്യുന്ന നിരവധി രാജ്യങ്ങളുമുണ്ട്, ആയുധ കച്ചവടമൊക്കെ നടത്തി. പക്ഷേ ഇതിൽ പെട്ടുപോകുന്നത് അറബ് രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ അറബ് രാജ്യങ്ങൾ? എങ്ങനെ അവർ ഇതിൽ നിന്നും കരകയറും? യുദ്ധത്തിന്റെ അവസ്ഥ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ഈ യുദ്ധം ഉടനെ എങ്ങാനും നിർത്തുമോ? ഇതെല്ലാം പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അശ്വതി. പലസ്തീനിന്റെയും ഇസ്രയേലിന്റെയും അതിർത്തി രാജ്യങ്ങളായ ലബനൻ, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളായിരിക്കും പ്രതിസന്ധി അതിരൂക്ഷമായി ബാധിക്കുക. UNDPയുടെ പഠനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ 3 രാജ്യങ്ങളിൽ മാത്രമായി ചുരുങ്ങിയത് $10 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നും ഇത് 2,30,000-ത്തിലധികം ആളുകളെ ദരിദ്രരാക്കുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. 3 മാസത്തിനപ്പുറം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്ന് പറയുന്ന ഈ പഠനത്തിൽ ഉടനടി മാനുഷിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് പരിഹാരമെന്നും പറയുന്നുണ്ട്. യുദ്ധം പലസ്തീൻ ജനതയെ സംബന്ധിച്ച് വിനാശകരമാണ്. അതുപോലെ തന്നെ അതിന്റെ ആഘാതം അതിർത്തിയിലുള്ള അറബ് രാജ്യങ്ങളെയും വളരെ വലിയ രീതിയിൽ ബാധിക്കും. COVID-19 കാരണം ഈ രാജ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ വലിയ പ്രതിസന്ധികൾ നേരിട്ട് കഴിഞ്ഞു. അതിനു പുറമെ ഉക്രൈൻ യുദ്ധവും സാമ്പത്തികമായി ഈ രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും വ്യാപാര വിനോദ സഞ്ചാര മേഖലകളിൽ ഇസ്രയേൽ യുദ്ധമുണ്ടാക്കിയ പ്രതിസന്ധിയും ഈ രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അറബ് രാജ്യങ്ങൾക്കായുള്ള റീജിയണൽ ബ്യൂറോ ഡയറക്ടർ അബ്ദുള്ള അൽ തർദാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2003 ഉൾപ്പെടെ ഗാസയിൽ മുൻപുണ്ടായ സംഘർഷങ്ങൾ, ഇറാഖ് യുദ്ധം, സിറിയയിലെ പ്രതിസന്ധി, എണ്ണവിലയിലെ മാറ്റങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങളും ചരിത്ര സംഭവങ്ങളും ആധാരമാക്കിയാണ് UNDP പഠനം നടത്തിയിട്ടുള്ളത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനപ്പുറം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ലബനൻ, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ യുദ്ധം ഗാസയിൽ നിന്നും വ്യാപിക്കുകയാണെങ്കിൽ അയൽ രാജ്യങ്ങളിലുണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ വ്യാപ്തിയും കൂടും. അയൽ രാജ്യങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനും ഗാസയിലെ വിവരണാതീതമായ നാശനഷ്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്താനുള്ള ഏക മാർഗം പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കലാണെന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അറബ് ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ വംശഹത്യകൾ നടക്കുമ്പോഴും ഇസ്രയേലിനോ അമേരിക്കയോ പിണക്കിക്കൊണ്ടൊരു നിലപാടിലേക്ക് പോകാൻ അടുത്തിടെ ചേർന്ന 57 അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി തയ്യാറായിരുന്നു. പലസ്തീനു വേണ്ടി ഒരിക്കൽ ആയുധമെടുത്ത അറബ് രാജ്യങ്ങൾ പോലും വെറും വാക്കുകളിൽ മാത്രമായി ഇന്ന് പ്രതികരണങ്ങൾ ഒതുക്കുകയാണ്. പലസ്തീനിൽ ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടാൽ തങ്ങളുടെ ജനതയും രാജവാഴ്ചയെ ചവിട്ടുകൊട്ടയിലെറിയാൻ തെരുവിലിറങ്ങുമെന്ന ഭയവും അറബ് ഭരണാധികാരികളെ പിടികൂടിയിട്ടുണ്ടാകണം. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം, യുദ്ധക്കുറ്റങ്ങൾ, അധിനിവേശ സർക്കാരിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ കൂട്ടക്കൊലകൾ ഇവയൊക്കെ അപലപിക്കുക മാത്രം ചെയ്തുകൊണ്ടായിരുന്നു സൗദി അറേബ്യയിൽ നടന്ന ഉച്ചകോടി അവസാനിച്ചത്. ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നിട്ടും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ എതിർത്തു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്താവനകൾ വെള്ളത്തിൽ വരച്ച വരയുടെ ഫലം മാത്രമാണ് ഉണ്ടാക്കിയത്. ഒപ്പം കൂട്ടക്കുരുതികൾ ഇസ്രയേൽ അനുസ്യൂതം തുടരുകയും ചെയ്യുന്നു. ഒക്ടോബർ 11 കെയ്റോയിൽ നടന്ന അറബ് ലീഗ് യോഗത്തിൽ ഇരയെയും വേട്ടക്കാരനെയും സമീകരിക്കുന്ന തരത്തിലായിരുന്നു അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ അപലപനം.